അപ്പോൾ ആദ്യം നമ്മളൊരു പഴയ കാലഘട്ടത്തിലെ പോലെ തന്നെയാണ് സംഭവം ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ധൂം മൂവി വന്നു, ജോൺ അബ്രഹാമിന്റെ ഹെയർ സ്റ്റൈലിംഗ് ട്രെൻഡായി. ഓർമ്മയുണ്ടല്ലോ, അന്ന് എനിക്ക് വന്ന ഏതോ ബൈക്കിൽ ചീറിപ്പായ സംഭവം, സ്ട്രേറ്റ് ഹെയർ. ആ സംഭവത്തിന് ഒത്തിരി എൻക്വയറി വന്നപ്പോൾ അപ്പം വെല്ല എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, ഇന്നും ഉണ്ട്, സ്ട്രേറ്റിംഗ് ക്രീം. അതിൻ്റെ പുറകിൽ ഒരു അഡ്രസ്സ് മാനുഫാക്ചറിങ് തായ്ലാൻഡ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു വന്ന് ഞാൻ തായ്ലാൻഡിൽ പോവാ, ഈ ഫാക്ടറി തപ്പി ഈ ഒരു പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിന്. പക്ഷെ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ്, അന്ന് ഇംഗ്ലീഷൊന്നും അറിയില്ല, അറിയാവുന്ന ഇംഗ്ലീഷ് ഒരിടത്ത് പോയി താമസിച്ച് അവിടെ ഇന്ന സ്ഥലത്ത് ഈ ഡ്രൈവർ കൊണ്ടാക്കി. കമ്പനിയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള ഇതില്ല. അപ്പോൾ അവർ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് ബാങ്കോക്കിൽ വന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടറെ തപ്പിപ്പിടിച്ച്, അവിടെ ഈ 2-3 ദിവസത്തെ കഥ കേട്ടോ, തപ്പിപ്പിടിച്ച് ഈ പ്രോഡക്റ്റ് നമുക്ക് പകുതി വിലയ്ക്ക് താഴെ എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ അന്ന് പോസ്റ്റ് ഓഫീസിലെ അതുവഴി നമ്മളൊരു 30-40 കിലോയൊക്കെ അന്ന് അവിടുന്ന് കയറ്റി വിട്ടു. കുറച്ച് കയ്യിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കുറച്ച് വേറെ സലൂണിൽ വിൽക്കുകയും കുറച്ച് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷിഷിഡോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് പ്രോഡക്റ്റ്, അവിടെ ഏതൊരു മോളിൽ ചെന്നാലും ഈ സ്മെല്ലാണ്. അങ്ങനെ ഞാൻ തപ്പി ഈ ഒരു ഹെയർ സ്ട്രൈറ്റിങ് ചെയ്യാം. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഷൈനിങ് ഉള്ള ഹെയർ ഒക്കെ കണ്ട് അതിനെക്കുറിച്ച് 10 ദിവസത്തെ പരിപാടിയായിട്ട് ചെന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ ഷിഷിഡോ കണ്ടുപിടിച്ച് അത് നമ്മുടെ ഒരു സീക്രട്ട് പ്രോഡക്റ്റ് ആയിട്ട് നമ്മളൊരു 4-5 വർഷം നമ്മുടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ എറണാകുളത്ത്, കേരളത്തിൽ തന്നെ ബെസ്റ്റ് ഹെയർ സ്റ്റൈലിംഗ് കിട്ടുന്ന ഒരു സലൂണ് നമ്മുടെ ആയിരുന്നു.